Hi dears, welcome back to our family. വലിയ പണിയിലാണ് അല്ലേ ഗോകു? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോയ് മേക്ക് ചെയ്യാണ്. അതിൻ്റെ ആ ഷീറ്റ് എന്ത് ചെയ്യണമെന്നെ ഇത് എങ്ങനെയാണ് എന്താണെന്ന് ഒരു പിടുത്തമില്ലാതെ നിൽക്കുകയാണ് ഈ രണ്ടെണ്ണം. കണ്ട കാണിച്ചു തരാമേ. ഇതാണ് മോട്ടർ, ഇതാണ് മുജീബ്. അപ്പൊ ഈ മുജീബ് ഇതുമ്മക്ക് തട്ടണം. കണ്ട ഈ കമ്പും കൊള്ളിയൊക്കെ വെച്ചിട്ട് വേണം ഒരു വണ്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഗോകുവിന് ഒരു പണിയില്ലാത്തതുകൊണ്ട് ഗോകുല് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വെച്ചാണ്. ഇതെങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കാറാണ്, ഒരു ടോയ് ആണ്, ഒരു സംഭവമാണ് ഇതെല്ലാം. പക്ഷേ അതത് സ്ഥലങ്ങളിൽ ഫിക്സ് ചെയ്താൽ മാത്രമേ ഇതൊരു ടോയ് ആവുള്ളൂ. കാണിച്ചു തരാം. കണ്ട ഇതാണ് ഐറ്റം. ഈ ഐറ്റം ഇതിൻ്റെ ബാക്കി എന്തിനാ വൈറ്റ് ഷീറ്റൊക്കെ അവിടെ എവിടെ കിടക്കുന്നുണ്ടല്ലേ. ഇത് ഈ കാറാക്കി എടുക്കണം. ഈ ഷീറ്റുകൾ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഇതാക്കിയതിന് ശേഷം ഇത് ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. അല്ലേടാ എന്തേ? അല്ല, കുറേ ഐറ്റംസ് ഉണ്ടാക്കാം. നമ്മുടെ മറ്റേ ബിൽഡിംഗ് സെറ്റ് ഉണ്ടല്ലോ, ആ സാധനത്തിൻ്റെ കുറച്ച് ബുദ്ധിയുള്ള വെർഷൻ. കാറുണ്ട്, റോബോട്ടുണ്ട്, വേറെ എന്തൊക്കെയുണ്ട് കേട്ടോ. എന്തോ ഒരു ബോട്ടുണ്ട്. ഇത്ര ഐറ്റംസ് നമുക്ക് ഈ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാം. അതിൻ്റെ മോട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. എന്നിട്ട് വേണം ബോഡി സെറ്റ് ചെയ്യാൻ. ആനന്ദേ, എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇമ്മാതിരി പണികളുമായിട്ട് ഇവിടെ വരാതിരുന്ന അത്രയും ഉപകാരമൊന്നും കളിക്കൂല. ഒരു 10-30 വയസ്സാകുമ്പോ അവർക്ക് കിട്ടും. കാശി കളിയെ കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഇത് ഫിക്സ് ചെയ്തൊരു സെറ്റാക്കി എടുക്കുമ്പോഴത്തേനും കാശി ഇത് വലിച്ചെറിഞ്ഞ് അവന്റെ പാട് നോക്കി പോകുന്നതാണ് തോന്നുന്നു. കാശിക്ക് എന്താടാ, ഞാൻ ഇത്രയും പാട് വിട്ടിട്ട് ഇനിയും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവനെ വെച്ചേക്കൂല്ലെന്ന്. അതിന്റെ മോട്ടർ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര വിദഗ്ധമായിട്ട് എങ്ങനെയാണ് ഗോകുൽ കണ്ടുപിടിച്ചേ? അതേന്റെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് കേട്ടോ. അതിന്റെ അകത്ത് നോക്കി നമുക്ക് ചെയ്യാം. പക്ഷെ അതിനൊരു ബുദ്ധി വേണം. ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. യൂട്യൂബ് നോക്കണേ. ഈ ടോയിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ആമസോണിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത്. നാട്ടിലും കിട്ടാൻ ചാൻസസ് ഉണ്ട്. വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഇത് തന്നെയാണ്. ഇതല്ലേ സാധനം? യൂട്യൂബിൽ നോക്കി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് അങ്ങനെ പറയരുത്, നമ്മൾ ഉണ്ടാക്കി പറയണം. ഇതിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കളിക്കുന്ന കാണിച്ചിടല്ലേ? കളിക്കുന്നറിയോ? ഞാൻ എന്നോട് പറഞ്ഞില്ല അങ്ങനെ ചെയ്യണ്ടേ. മറ്റേത് അസംബ്ലി എന്തൊക്കെയോ കണ്ടുപിടിച്ചിരിക്കുന്നു. വണ്ടി ഇന്നാവോ? നോക്കട്ടെ എന്ത് എങ്ങനെ ബുദ്ധി കൂടുതലാണ്. അതെ അതെ അതെ. അതാണ് മെയിൻ പാർട്ട്. ഒന്നുകൂടി ബാക്ക് കാണിക്കും.
ഇത് വലിയ കമ്പി ചെറിയ കമ്പി ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കാട്ടോ. ഈ വൈറ്റിന്റെ കമ്പി ഊരി 2 കമ്പി ഉണ്ട്. ഏത് കമ്പിയാണ് വേണ്ടത്? അന്തം കമ്പി. ചെറിയ കമ്പി ആയിരിക്കും ഇതിന് വരുമോ? ഗ്രീന് വരുമോ? മോട്ടർ സെറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടോ കാണുന്നത്? ഇവരുണ്ടാക്കട്ടെ, അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് കൊച്ചു വർത്താനം പറയാം. ഞാൻ പോകും. ചെറിയ കമ്പി വെച്ച് ചെറിയ കമ്പി എന്ന് വെച്ച് ചെറിയ കമ്പി ചെറിയ കമ്പിയുടെ സൈസ് കണക്കാവും. മേലക്കല്ലേ അല്ലേ? അതടിക്കണം. മുകളിലേക്ക് ഈ വെള്ളം ഇവിടെ വെച്ച് വെള്ളം ഇതിന്റെ അടുക്കണം. അല്ല അടക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ ആനന്ദിൻ്റെ പണിപ്പുര. ഗ്രീസാണോ എന്തോ ഒരു സാധനം. ഇവിടെയാണ് സർവീസ് റൂം വരുന്നത്. അതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അതിൻ്റെ ഇവിടെ വണ്ടി സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെച്ചു ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്തൊന്നും അല്ലാതെ ടോയ് സെറ്റാക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞത്. സൺ പ്രൊട്ടക്ഷൻ ആരുടെയാണോ എന്തോ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. എന്നാൽ പിന്നെ വീഡിയോ ആട്ടെന്ന് വിചാരിച്ചു. എൻ്റെ ബ്രസ്റ്റ് പമ്പിൻ്റെ പാർട്സുകളാണ് ഇളക്കി വെച്ചിരിക്കുന്നത്. കണ്ട, എൻ്റെ ബ്രസ്റ്റ് പമ്പ് പോയി. നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്നലെ ബേബീനെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടായിരുന്നു പോരുന്നത്. അപ്പം ഞാൻ പമ്പ് ചെയ്ത് മിൽക്ക് എടുത്ത് വെച്ചിട്ട് പോരുന്നപ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇത് അവിടെ എടുത്ത് വെച്ച് ഇതിൻ്റെ ബൗളിൽ തന്നെയാണ് വെച്ചിരുന്നത്. അമ്മ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബോട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ബൗളിൽ തന്നെയാണ് വെച്ചിട്ട് പോയിരുന്നപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാശിനെ തിരിച്ചാക്കി കുഞ്ഞു ബേബീനെ എടുക്കാനായിട്ട് രാത്രിയിൽ ചെന്നപ്പോൾ കാണാം ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. ഇപ്പം മോട്ടറെല്ലാം ഊരി വെച്ചേക്കാണ്. വെള്ളത്തിട്ട് വെച്ചേക്കാം. അമ്മ കഴുകാൻ കൊണ്ടിട്ട് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇലക്ട്രിക്കലാണ്. വെള്ളത്തിട്ട ചീത്തയാവുന്നൊന്നും ആൾക്ക് അറിയത്തില്ലായിരുന്നു. മറ്റുള്ള ചന്ദനമഴയിൽ ലാപ്ടോപ്പ് ക്ലീൻ ചെയ്ത കണക്കായിപ്പോയി. നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ നോർമലി ചെയ്യുന്നത് ഇത് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ അറിഞ്ഞില്ല. അമ്മ കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ ബോട്ടിലും പമ്പ് ചെയ്തെടുക്കുന്ന മെഷീനും അതിൻ്റെ തൊടലും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അത് ഓണാക്കാൻ നോക്കിയിട്ട് ഓണാവുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ചത്തു എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ പിന്നെ അതിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞു നോക്കണ്ടോ പോയി. പിന്നെ ഞാൻ കൊണ്ടുവന്ന് ആനന്ദിൻ്റെ കൈ കൊടുത്തു. ആനന്ദ് അത് ഇളക്കി നോക്കിയിട്ടും അതിൻ്റെ ഏതാണ്ട് അടിച്ചു പോയെന്ന് പറഞ്ഞു, കത്തിപ്പോയി. പിന്നെ വെള്ളത്തിയിട്ട് അത്രയും വെച്ചിട്ടാൽ ഞാനൊരു 2 മണിക്കൂർ എടുത്തു തിരിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈം അത്രയും അത് വെള്ളത്തിൽ കിടക്കുമായിരുന്നു. അങ്ങനെ അത് ചത്തുപോയി. പിന്നെ ഇന്നലെ ഞാൻ വേറൊരെണ്ണം ഓർഡർ ചെയ്തു. അത് നാളെ വരത്തേ ഉള്ളൂ. അതുകൊണ്ടിട്ട് എന്താ ഇപ്പം അല്ലാണ്ടിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. ഇന്നലെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടപ്പോൾ ഒരു ആ ചേച്ചിയാണോ കുട്ടിയാണോ എനിക്ക് അറിയില്ല, തുല്യാന്നോ അഞ്ജലി എന്നെന്തോ ആണെന്ന് തോന്നുന്നു, ഒരു കമൻറ്റ് ഇട്ടേക്കുന്ന കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് പാല് ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കാണ്ടിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ, എനിക്കിപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടാൽ പോലും എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരാണ് കമൻറ്റ് ഇടുന്നത്. അതേപോലെ നാളെ നമ്മുടെ ടോപ്പ് കമൻറ്റർ ആരാണ് എന്നുള്ള വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ടോപ്പ് കമൻറ്റർ ഓൾറെഡി എനിക്കറിയാം ആരാണെന്ന്, ഞാൻ ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ആണല്ലോ 31. അപ്പം നാളെ പറയാം ആരാണ് എന്നുള്ളത്. നാളെ പറയാം. നമുക്ക് നാളെ ഒന്നെങ്കിൽ ഗിഫ്റ്റ് ഞാൻ ഇവിടെ മേടിച്ചിട്ട് തിരിച്ച് നാട്ടിൽ പോണ ടൈമിൽ അയക്കാം. നമുക്ക് കുറച്ച് ഡിലേ ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ നൈക്കാന്നോ ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആരായാലും ഞാൻ ആ ചേച്ചീൻ്റെ അടുത്ത് ഞാൻ മെസ്സേജ് ഓൾറെഡി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചി എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ എന്നും പറഞ്ഞുകൊണ്ടിട്ട് കമൻറ്റ് ചെയ്താൽ ചേച്ചി കമൻറ്റ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു.
കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ ഡിസൈഡ് ചെയ്യാം എന്ത് ചെയ്യണം എന്നുള്ളത് നാളെ ഡിസൈഡ് ചെയ്യാം. മേടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസിങ്ങിന് പോകണ വ്ളോഗർ നമ്മുടെ ഗീവ് അവേക്കകത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കമൻറ്റ് ഏത് വീഡിയോയ്ക്ക് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ടോപ്പ് കമൻറ്റർ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നവരായിരിക്കും ആ മാസത്തെ ടോപ്പ് കമൻറ്റർ. ആ മാസത്തത് മാത്രം കേട്ടോ, എല്ലാ ദിവസത്തെയും കൂടിയിട്ടല്ല, ആ മാസത്തത് മാത്രം വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി എനിക്ക് ഒരുവിധം അറിയാം ആൾ ആരാണ് എന്നുള്ളത് അറിയാം. നാളെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് നാളെ എന്തായാലും ഞാൻ ആരാണ് എന്നുള്ളത് നാളെ പറയാം. അപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഈ കമൻറ്റ് എനിക്ക് ഓരോ കമൻറ്റിനും ഞാൻ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരാളാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കത് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് ജസ്റ്റ് കമൻറ്റിൽ പറഞ്ഞു പോയത് ആർക്കെങ്കിലും ഒക്കെ ഇതെനിക്ക് ഡൗട്ട് ഉണ്ടാവും, അതുകൊണ്ടിട്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്തത് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നത്. താല്പര്യം ഇല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴും കാശി ബേബിക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചിലർ ഈ ഫീഡ് ചെയ്യാണ്ടിരിക്കും, സൗന്ദര്യം നഷ്ടപ്പെടും, ബ്രസ്റ്റ് ഒന്നെങ്കിൽ വലുതാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഫീഡ് ചെയ്യാണ്ടിരിക്കും. അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാശിക്ക് ഇപ്പോഴും ഫീഡ് ചെയ്യില്ല. എനിക്ക് ആഗ്രഹം ഫീഡ് ചെയ്യണമെന്ന് തന്നെയാണ്. പക്ഷേ നിബിളെടുത്ത് വായിൽ ചുഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞ് കുടിക്കില്ല, അല്ലെങ്കിൽ കരച്ചിൽ, ബഹളം, വലിച്ചു കുടിക്കാനുള്ള മടി, ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ടിട്ടാണ് ബോട്ടിൽ തന്നെ കൊടുക്കുന്നത്. ആദ്യത്തെ ഞാൻ കാശിയുടെ ടൈമിലായിരുന്നപ്പോൾ ഞാൻ പാലടയ്ക്കകത്തായിരുന്നു നമ്മളെ പാല് പൊടി കൊടുത്തത്. കാശിക്ക് ആ ഹോസ്പിറ്റലിൽ കിടന്ന 2 ദിവസം മാത്രമേ ഞാൻ പാൽപ്പൊടി കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. പാൽപ്പൊടി മേടിച്ചിട്ടും ഇല്ല, കൊടുത്തിട്ടും ഇല്ല. അന്ന് വാങ്ങിയ പാൽപ്പൊടി എനിക്ക് തോന്നുന്നു ജാനിമോളായിരുന്നു എന്ന് തോന്നുന്നു കുടിച്ചത്. ചേട്ടൻ്റെ മോളുണ്ടായിരുന്നു, അവൾക്കാണ് കൊടുത്തത്. അവൾക്ക് അന്ന് 8ാം മാസം എന്തോ ആയിരുന്നു. അല്ലാണ്ടിട്ട് കുഞ്ഞിന് ഞാൻ കൊടുത്തിട്ടില്ല. ബ്രസ്റ്റ് ഫീഡ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാമത്തെ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഒരു 7ാം മാസം ആയപ്പോഴാണ് ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് നിർത്തിയത്. അതുവരെ ഞാൻ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരുന്നത്. നിർത്തിയിട്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞതിൻ്റെ അന്ന് തൊട്ടിട്ട് തന്നെ കാശിക്കും ഫീഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞു ബേബിക്ക് അന്നത്തെ ആദ്യത്തെ ദിവസമൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അല്ലാതുള്ള പൊടിയുടെ പാലും ബോട്ടിലിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് പാലുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടാണ് നമ്മൾ പാലടയ്ക്കകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരോട് പാലടയ്ക്കകത്ത് കൊടുക്കണ്ട, ഡയറക്റ്റ് ബോട്ടിൽ മേടിക്കുക, ഇന്ന ബ്രാൻഡിൻ്റെ മേടിക്കുക, ആ ബോട്ടിൽ തന്നെ കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തതിന് ശേഷം ഇതാണ് അവസ്ഥ. കുഞ്ഞ് വലിച്ചു കുടിക്കുന്നില്ല. കുഞ്ഞിന് ഭയങ്കര മടി. ഏകദേശം ഒരു 15ാമത്തെ ദിവസം തൊട്ടിട്ടാണ് ഞാൻ അറിയുന്നത് കുഞ്ഞ് എപ്പോഴും കരച്ചിലും ബഹളം. ഞാൻ എല്ലാവരോടും പറയും കുഞ്ഞ് ഭയങ്കര ബഹളമാണ്, കാശി അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് കുഞ്ഞിന് വയറ് നിറയാത്തോണ്ടിട്ടാണ് കുഞ്ഞി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും വയറ് വറ്റി കിടക്കും, കുഞ്ഞ് വലിച്ചു കുടിക്കും. എൻ്റെ വിചാരം കുഞ്ഞ് കുടിക്കുന്നുണ്ട്, വയറ് നിറയുന്നുണ്ടെന്നായിരുന്നു. പക്ഷേ സംഭവം കുഞ്ഞിൻ്റെ വയറ് നിറയുന്നില്ല, അത് കുഞ്ഞ് കുടിക്കുന്നില്ല. അപ്പം എനിക്ക് തെറാപ്പിക്ക് വന്നത്, അതായത് എനിക്ക് പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് വന്ന ചേച്ചിയുണ്ട്, അഞ്ചു ചേച്ചിയാണ് പറഞ്ഞത് നിൻ്റെ ബ്രസ്റ്റ് മിൽക്ക് ചിലപ്പോൾ കുഞ്ഞിന് തികയാന്ന് വരുന്നുണ്ടായിരിക്കും, അതുകൊണ്ടിട്ടായിരിക്കും എന്ന്. അപ്പം ഞാൻ എന്തോടാ നമ്മുടെ മോട്ടർ സെറ്റായി. വേണ്ട മോട്ടർ സെറ്റായി. അങ്ങനെ ഞാൻ ഇത് കണക്ക് ചേച്ചി ഇത് കണക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ ബ്രസ്റ്റ് പമ്പ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് 60 ml ആയിരുന്നു കുഞ്ഞിൻ്റെ ബോട്ടിൽ. 60 ml കിട്ടുന്നുണ്ട്. പിന്നെയും വെക്കുകയാണെന്ന് 120 ml കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് പാലുണ്ട്. പിന്നെ എന്തുകൊണ്ടിട്ടാണ് ഇത് കാശ് കുടിക്കുന്നുകൊണ്ടിട്ട്, സത്യം പറഞ്ഞില്ല വലിച്ചു കുടിക്കുന്നുകൊണ്ടിട്ട്, നമ്മൾ എത്രത്തോളം കുഞ്ഞ് പാല് വലിച്ചു കുടിക്കുന്ന അനുസരിച്ചാണ് നമുക്ക് പാലുണ്ടാവുന്നത്. പാല് കുഞ്ഞ് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ തന്നെ പറയും ആ കുഞ്ഞിന് ആവശ്യമുള്ള മിൽക്കായ കൊണ്ടിട്ട് കൊടുക്കണ്ടെന്ന്. അതുകൊണ്ടിട്ട് ഞാൻ കാശിക്കും കൂടെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞ് കുടിക്കുന്നില്ലെങ്കിലും പാലില്ലാണ്ടിരിക്കരുത്, രണ്ടാൾക്കും ഞാൻ ഫീഡ് ചെയ്യേണ്ടതാണല്ലോ. ഞാൻ കാശിയുടെ ടൈമിൽ ഞാൻ ഇടത്തെ സൈഡിൽ നിന്ന് പാലങ്ങനെ കൊടുക്കില്ലായിരുന്നു, വലത്തെ സൈഡിൽ നിന്നായിരുന്നു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1 year ആയപ്പോഴത്തേന് തന്നെ ഈ സൈഡിലെ പാല് മൊത്തമായിട്ട് വറ്റിപ്പോയി. പാലില്ലായിരുന്നു. ഈ സൈഡിൽ പാലില്ല, ഈ സൈഡിൽ പാലുണ്ട്. എപ്പോഴും അതുകൊണ്ട് ഈ സൈഡിൽ കുടിക്കുക. അതുകൊണ്ട് ഈ പ്രാവശ്യം ആ ഒരു അബദ്ധം പറ്റുമെന്ന് വെച്ചാൽ 2 സൈഡിൽ നിന്ന് ഞാൻ പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. 2 സൈഡിൽ നിന്നും ഞാൻ പമ്പ് ചെയ്യുമ്പോൾ 2 സൈഡിൽ നിന്നും പമ്പ് ചെയ്യുന്നുണ്ട്. കാര്യം ഒറ്റ സൈഡ് കൊണ്ട് മാത്രമേ ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം 2 ആൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ടിട്ട്. കുഞ്ഞിനിപ്പം ഞാൻ ബ്രസ്റ്റ് ഫീഡ് അല്ല ചെയ്യുന്നെങ്കിൽ പോലും ഞാൻ ബ്രസ്റ്റ് മിൽക്കാണ് കൊടുക്കുന്നത്, പൊടിപ്പാലല്ല കൊടുക്കുന്നത്, പമ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ ആഗ്രഹം എനിക്ക് കുഞ്ഞിന് എൻ്റെ പാല് തന്നെ കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് കേട്ടോ. അല്ലാണ്ടായിട്ട് എനിക്ക് കൊടുക്കാൻ മടി ഉണ്ടായിട്ടൊന്നുമല്ല. കുഞ്ഞ് കുടിക്കില്ല. കുഞ്ഞിന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് കരയും, വലിച്ചു കുടിക്കാനുള്ള മടി. മറ്റേത് ബോട്ടിലാകുമ്പോൾ നിറച്ച് ചെല്ലുന്നുണ്ടല്ലോ. ഞാൻ മാറ്റാനായിട്ട് പല ഐഡിയകളും ട്രൈ ചെയ്ത് നോക്കി, ഒരിതും ഇല്ല.
ഒരു മാറ്റമില്ല. ഞാൻ ഇന്നിപ്പം ഞാൻ സ്റ്റെറിലൈസ്ഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബ്രസ്റ്റ് പോലെ തന്നെ ബ്രസ്റ്റ് നിപ്പിൾ പോലെ തന്നെയുള്ള ഒരു ഫീഡിങ് ബോട്ടിൽ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഫിലിപ്സിൻ്റെ എന്തോ ബോട്ടിൽ അത് കണക്കാണ് നാട്ടിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തപ്പോൾ ഇത് സെയിം ഇത് തന്നെ. കുഞ്ഞ് വലിച്ചു കുടിക്കുന്നില്ല, ഭയങ്കര നിർബന്ധവും കാര്യങ്ങളും, ഭയങ്കര കരച്ചിലും. ആ ബോട്ടിലിനകത്ത് അവന് നോർമൽ നമ്മുടെ സാധാ പാലുപ്പി ഉണ്ടല്ലോ അതിനകത്താണെങ്കിൽ കുടിക്കും. ഈ ബോട്ടിലിനകത്ത് ഭയങ്കര പറ്റുന്നില്ല, വലിയ നിബിളാണ്, പറ്റുന്നില്ല, കുടിക്കുന്നില്ല, ചെറുതായിട്ടേ വരുന്നുള്ളൂ. അവസാനം ഞാൻ അതിൻ്റെ ഊട്ട് വലുതാക്കി എന്നിട്ട് കൊടുത്തിട്ടും ഈ കരച്ചിലും ബഹളമാണ്. അല്ലാണ്ടിട്ട് എനിക്ക് കൊടുക്കണ്ട എന്ന് തോന്നിയിട്ടൊന്നും അല്ല കേട്ടോ. പുള്ളിക്കാരൻ കുടിക്കുന്നില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ കൊടുക്കാത്തത്. പിന്നെ അതിനകത്ത് വന്നത് കാശിക്ക് കൂടുതൽ കെയർ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചീനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാശിക്ക് കെയർ കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ കാശി ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം 13 കുഞ്ഞിന് 2 വയസ്സാവത്തതേ ഉള്ളൂ. അവന് കുഞ്ഞു വാവയാണ്, ചെറിയ ബേബിയാണ്. എനിക്കിപ്പോൾ രണ്ടാമതൊരാൾ ഉണ്ടായി എങ്കിൽ കൂടിയിട്ടും കാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു ഇൻഫൻ്റ് ആണ് ഇപ്പോഴും. അതായത് 2 വയസ്സിന് താഴെയുള്ളവരെ ഇൻഫൻ്റ് എന്നാണ് പറയുന്നത്. അടുത്ത മാസം ആകുമ്പോഴേ കുഞ്ഞ് ഒരു ചൈൽഡ് എന്നൊരു ലേബലിലേക്ക് പോവുള്ളൂ. എങ്കിൽ കൂടിയിട്ടും കുഞ്ഞു വാവയാണ്, ചെറുതാണ്. അപ്പം അവൻ അതിൻ്റേതായ കെയർ ഞാൻ കൊടുത്തേ പറ്റൂ. ഞാനൊരു അമ്മ എന്ന നിലയിൽ എനിക്ക് 2 ആൾ, എൻ്റെ 2 കണ്ണ് പോലെ, എൻ്റെ 2 കൈ പോലെ, എനിക്ക് എൻ്റെ ബോഡിയിലുള്ളൊരു അവയവം പോലെയാണ് എനിക്ക് 2 ആളും. എനിക്ക് ഇന്നയാൾക്ക് പ്രിഫറൻസ് കൊടുക്കണം, കാശിക്ക് പ്രിഫറൻസ് കൊടുത്തുകൂടാ, അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആളും എനിക്കൊരു ട്വിൻ ബേബീസിനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ 2 ആളെയും കൂടിയിട്ട് എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് എപ്പോഴും നടക്കില്ല. ഞാനിവിടെ ഷോപ്പിലേക്ക് വരുന്ന ടൈമിലായാലും 2 ആളെയും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഞ്ഞു ബേബി ആകുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ എപ്പോഴും കയ്യിൽ വെച്ചേക്കണം. ഇപ്പോൾ പുള്ളിക്കാരനെ അവിടെ സ്ട്രോളറിൽ ഉറക്കി കടത്തിയിട്ടാണ് ഞാൻ വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത്. എപ്പോഴും ഫീഡ് ചെയ്യണം. കാശിയാണെങ്കിൽ നല്ല വികൃതിയാണ്, അപ്പോൾ കാശിയുടെ പുറകെ പോകണം. എല്ലാം കൂടിയിട്ട് ഭയങ്കര മാനേജ് ചെയ്യാൻ പാടാണ്. ഒന്നെങ്കിൽ കാശിനെ വീട്ടിൽ നിർത്തും, അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു ബേബീനെ വീട്ടിൽ നിർത്തും. ഒരാളെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് നടക്കുള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഞാൻ കാശിക്ക് അങ്ങനെ പ്രിഫറൻസ് കൊടുക്കുമെന്ന് വെച്ചാൽ മേ ബി കൊടുക്കുന്നുണ്ടാവാം, എനിക്കറിയില്ല. എനിക്ക് 2 ആളും ഒരുപോലെ തന്നെയാണ്. എനിക്ക് 2 ആളെയും മാറ്റി നിർത്തിയിട്ട് എനിക്കൊരു ഇത് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പം കുഞ്ഞു ബേബി ഇപ്പം അമ്മയുടെ കൂട്ടത്തിലാണ് രാത്രി കിടക്കാറുള്ളത്. ഒരു വെളുപ്പിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പാല് മാറ്റി വെച്ച് കൊടുക്കും. അമ്മ ഉറങ്ങിപ്പോയാലും വെച്ചിട്ട് മാറ്റി വെച്ച് കൊടുക്കാറുണ്ട്. കാശിയുടെ സമയത്ത് ഇതുപോലെയായിരുന്നു. എനിക്ക് അടുത്ത് വെച്ച് കിടത്താൻ പേടിയായിരുന്നു. ഞാനിങ്ങനെ അടുത്തോട്ട് ചരിഞ്ഞ് വീഴുവോ, കുഞ്ഞിൻ്റെ പുറത്ത് കാലെടുത്ത് വെക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ കാശിനെ അമ്മാമ്മയായിരുന്നു കാശി കുഞ്ഞായിരുന്ന സമയത്ത് കാശീനെ അടുത്ത് കിടത്തുന്നത്. അമ്മ നാട്ടിൽ വന്ന സമയത്ത് അമ്മയുടെ കൂട്ടത്തിലായിരുന്നു കിടക്കുന്നത്. എൻ്റെ കൂടെ അങ്ങനെ കിടത്തിട്ടില്ല. ചെറുതിലൊരു 3-4 മാസം വരെയും കാശി അമ്മയുടെയും അമ്മമ്മയുടെയും കൂടെ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ പാല് കൊടുക്കാൻ മാത്രമേ എടുത്തിട്ട് വരത്തുള്ളായിരുന്നു റൂമിലേക്ക്. കുഞ്ഞു ബേബിയുടെ കാര്യമായാലും കുഞ്ഞു ബേബിനെ നാട്ടിലായിരുന്ന സമയത്ത് അമ്മാമ്മയായിരുന്നു കൂടെ കിടത്തുന്നത്. ഇപ്പോൾ അമ്മയാണ് കിടത്തുന്നത്. എനിക്ക് അറിയില്ല, കൂടെ വെച്ച് അണച്ച് കിടത്താനായിട്ട് എനിക്ക് അറിയില്ല. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വലുതാവും, അന്നേരം ഓക്കെയാണ്. ഞാൻ കാശിക്ക് ചെയ്ത ആ മെത്തേഡ് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നത്. അതും ഒരു വേർതിരിവ് എന്ന രീതിയിൽ ഞാൻ അതിനെയും ഞാൻ കാണുന്നില്ല. അത് ഞാൻ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഇങ്ങനെ വീഡിയോയിൽ വന്നിരുന്ന് പറയേണ്ടി വന്നത്, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോസിൽ ഷെയർ ചെയ്യുമ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ കിറ്റ്സിൽ ഷെയർ ചെയ്യും. അപ്പോൾ അതാണെങ്കിൽ കമൻറ്റ് വരും, അതിന് റിപ്ലൈ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാനൊരു ഫാമിലി വ്ളോഗർ അല്ലെങ്കിൽ ഒരു ഡെയിലി വ്ളോഗർ എന്ന നിലയ്ക്ക് എനിക്ക് ഇത് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേത് അഭിപ്രായം പറയാം, അതനുസരിച്ച് എനിക്ക് റിപ്ലൈ തരേണ്ട കടമ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ കാശിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുഞ്ഞു ബേബിക്ക് ഒരു സാധനം, ഒരു ഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ കൂടിയിട്ടും ഞാൻ നാളെ എൻ്റെ വാർഡ്രോബ് കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് അറിയാം ഞാൻ കാശിക്ക് എന്താണോ വാങ്ങിയിരിക്കുന്നത് ആ സെയിം സാധനം തന്നെ കുഞ്ഞു ബേബിക്ക് മേടിച്ചിരിക്കുന്നത്. എനിക്ക് 2 ആളെയും വേർതിരിച്ചെനിക്ക് കാണേണ്ട കാര്യമില്ല. കാശിക്ക് ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്ത് ഡ്രസ്സസ് എടുത്തിട്ടുള്ളത് ആ സൈറ്റിൽ നിന്ന് തന്നെയാണ് കുഞ്ഞു ബേബിക്കുള്ളത് മേടിച്ചിട്ടുള്ളത്. അത് ഒരമ്മയുടെ സ്നേഹമൊന്നും പറയാൻ പറ്റില്ല. എനിക്കങ്ങനെ വേണമെന്നാണ് ആഗ്രഹം. അവനുള്ളത് ഇവന് കുറഞ്ഞു പോയത്, ഇവനുള്ളത് അവന് കുറഞ്ഞു പോയത് എന്നാണ് ചിന്തിക്കുന്നത്. അതുപോലെ കുഞ്ഞു ബേബീൻ്റെ നൂല് കിട്ടുന്ന സമയത്ത് കാശിയുടെ കയ്യിലൊരു കരിമണീൻ്റെ ചെയിൻ കിടപ്പുണ്ട്. സെയിം അത് തന്നെ വേണമെന്ന് വെച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്യാണ്. ലൈക്ക് ഓൺലൈൻ പർച്ചേസ് ആയിരുന്നു ഗോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് നോക്കിയ സമയം തന്നെ ഞാൻ 2 എണ്ണമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിനും കുറഞ്ഞു പോകരുത്, കാശിക്കും കുറഞ്ഞു പോകരുത്. കാശിയുടെ കുഞ്ഞിന് മേടിച്ചപ്പോൾ ഇച്ചിരി ഇമ്പോളെന്ന് ഇച്ചിരി കുറച്ചും കൂടെ ഗോൾഡ് അധികമുള്ളതാണ് മേടിച്ചത്. അപ്പോൾ കുഞ്ഞിന് കാശിക്ക് കുറവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാശിക്കും കൂടെ മേടിച്ചു. ഞാനത് മധുരിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോഴിക്കോട് നിന്നാണ് മേടിച്ചത്. ഓർഡർ ചെയ്ത് കാശിയുടെ കൈ കിടക്കുന്നത് ഇപ്പോഴും കിടക്കുന്നത് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് മേടിച്ച് 2 വർഷമായി. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ കുഞ്ഞു ബേബിക്ക് കൊടുക്കുമ്പോൾ എനിക്ക്
കാശിക്കും കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. കാശിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പം ആ സമയത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. നമുക്കിപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷനോ കാര്യങ്ങളായിട്ടൊന്നും നടത്തുന്നില്ല, പക്ഷേ അവനുള്ളത് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ അങ്ങനെ ഗോൾഡ് ചെറിയ ഗോൾഡ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അവന് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചേക്കുന്നത്. ഞാനിപ്പം കുഞ്ഞിന് ഡ്രസ്സ് എടുക്കുമ്പോഴായാലും കാശി ഓർക്കും, കാശിക്ക് ഡ്രസ്സ് എടുക്കുമ്പോഴും കുഞ്ഞിനെ ഓർക്കും. രണ്ടാളെ ഞാൻ വേർതിരിച്ച് കാണുന്നില്ല. അതേപോലെ എന്തായാലും ഞാൻ ഈ കാശിക്ക് എടുക്കുന്ന സാധനം തന്നെ കുഞ്ഞു ബേബിക്ക് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. കുഞ്ഞാണ്, അവനിപ്പോൾ അധിക സാധനങ്ങളൊന്നും വേണ്ട, പിന്നെ കൂടുതൽ കെയർ ചെയ്ത് ഞാൻ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ വ്ളോഗിനകത്ത് ഒരു ജസ്റ്റ് അരമണിക്കൂർ, ഒരു ദിവസത്തിൽ വരുന്ന അരമണിക്കൂർ കാര്യങ്ങൾ മാത്രമാണ് നമുക്കൊരു വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നത്. മറ്റേ ബിഗ് ബോസിൽ പറഞ്ഞ കണക്ക് 24 മണിക്കൂറും ക്യാമറയുടെ മുന്നിലാണ് കടന്നു ചുറ്റുന്നത്. പക്ഷേ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു 1 hour ആയിരിക്കും വരുന്നത്. അതേ കണക്ക് തന്നെയാണ് എനിക്ക് ഈ 24 മണിക്കൂറിൽ എനിക്കൊരു അരമണിക്കൂർ മാത്രമേ നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ കാണുന്നത്. എനിക്കറിയില്ല, എനിക്ക് സത്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അങ്ങനെ ഒരു അമ്മയാണോ, വേർതിരിവ് കാണിക്കുന്നുണ്ടോ എന്ന് തന്നെ ഞാൻ മൈൻഡ് കൊണ്ടിട്ട് ഞാൻ ആലോചിച്ചു പോയി. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് വിഷമമായി. അങ്ങനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും എന്തോ പോലെയായി. പിന്നെന്താ, ഞാൻ ആ എക്സ്ട്രാ കെയർ കൊടുക്കുന്നോ എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു കൂടുതലും ഞാൻ കുഞ്ഞു ബേബിനെയാണ് ഇപ്പോൾ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അമ്മയുടെ അടുത്താക്കിയിട്ട് കാശിനെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് വരുന്നത്. എങ്കിലും എനിക്ക് വിഷമമാണ്, അയ്യോ കാശി അവിടെയാണല്ലോ എന്ന്. കുഞ്ഞിനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ ഷോപ്പിലേക്ക് വരുമ്പോഴായാലും അതും എനിക്ക് വിഷമമാണ്, അയ്യോ കുഞ്ഞ് അവിടെയാണല്ലോ എന്ന്. ഞാൻ അതുകൊണ്ടിട്ട് ഇടയ്ക്ക് നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് റൂം വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകും. അതുകൊണ്ടിട്ട് രണ്ടാളെയും എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് രണ്ടാളെയും വേർതിരിച്ച് കാണാനോ രണ്ടായിട്ട് കാണാനോ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടേതായ ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിപ്പം ഞാൻ എൻ്റെ ഒരു എഫേർട്ട് കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വരുമാനം ഉണ്ടാവും. അത് 2 കുഞ്ഞുങ്ങൾക്കും മേ ബി ഇനി എങ്ങോട്ട് വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ലത് തന്നെയാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ട്. ഇപ്പം ഒരു മാസം ഇവിടേക്ക് വെച്ച് കഴിഞ്ഞാൽ 1 വീക്ക് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ എബ്രോഡ് ലൈക്ക് നമ്മളൊരു ഫോറിൻ കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ 1 വീക്ക് കഴിയുമ്പോൾ തന്നെ ജോലിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരവരുടെ കാര്യങ്ങൾ നോക്കും. അതേ കണക്ക് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അതേ കണക്കെന്നല്ല, എനിക്ക് രണ്ടാളെയും വേർതിരിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കിപ്പം പറ്റുന്നുണ്ട്, എൻ്റെ അമ്മ കൂടെ ഉള്ളതുകൊണ്ടിട്ട് എനിക്ക് അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോവാം. അത് ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ പോലും ഗോകുവിൻ്റെ അമ്മ അതേ കണക്കാണ് കേട്ടോ. അമ്മ നന്നായിട്ട് നോക്കി. 2 പിള്ളേരെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയാലും അമ്മ നന്നായിട്ട് നോക്കിക്കോളും. ഇപ്പോൾ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പോട്ടെ. അപ്പം അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ മെയിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ രണ്ടാളെയും ഞാൻ ഒരുപോലെയാണ് കാണുന്നത്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ. എൻ്റെ അമ്മ ആദ്യമേ എന്നോട് പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, മോളെ എനിക്ക് 7 മാസം ഉള്ളപ്പോഴാണ് അമ്മ 2ാമത് പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പം ദേവി ജനിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അനിയത്തി ജനിച്ചു കഴിഞ്ഞപ്പോഴും അമ്മ കൂടുതൽ പ്രിഫറൻസ് എനിക്കായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അത് കണക്ക് തന്നെ നീ കാണിക്കണം. കാര്യം മൂത്ത ആൾക്ക് കുറച്ചും കൂടെ അറിവുണ്ടാവും. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴേ അവർക്ക് ബുദ്ധി കുറച്ച് അറിവ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുള്ളൂ. നമ്മളെപ്പോഴും ഈ ചെറിയ ആളെ ഇങ്ങനെ കെയർ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ബ്രസ്റ്റ് ഫീഡ് കുഞ്ഞ് ചെയ്യാത്തതൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ. കാര്യം എപ്പോഴും ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാശിക്ക് ചിലപ്പം കുഞ്ഞിനോട് ചില ദേഷ്യ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടെന്നല്ല, അങ്ങനെയാണ്. ഇളയ കുട്ടികൾ വരുമ്പോഴത്തേനും മൂത്ത കുട്ടികൾക്ക് ചെറിയ കുട്ടികളോട് ദേഷ്യം ഉണ്ടാവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് മടിയിൽ വെക്കുമ്പോഴേ കാശി എപ്പോഴും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് കൂടുതലും ഞാൻ ഇച്ചിക്കൂടെ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് കാശി കൂടുതൽ അടുപ്പിക്കുകയല്ല ചെയ്യുന്നത്. രണ്ടാളെ ഒരുപോലെ അടുപ്പിച്ച് വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ഈ ഒരു ഏജ് ഗ്യാപ്പിലെ അമ്മമാരായിട്ടുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ അവിടെ എൻ്റെ ചേട്ടത്തിക്ക് 2ാമത്തെ ബേബി വരുന്നത് ജിത്തുമോന് 6 വയസ്സുള്ള സമയത്താണ്. എങ്കിൽ കൂടിയിട്ട് കുഞ്ഞിനെ എപ്പോഴും എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയും പാലോടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജിത്തുമോൻ കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഇളയ കുട്ടീനേക്കാളും കൂടുതൽ പ്രിഫറൻസ് മൂത്ത കുട്ടിക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോഴത്തേനും ഇവരുമായിട്ടൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും രണ്ടാളും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ആദ്യത്തെ കുറച്ച് ടൈമിൽ നമ്മൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. ഞാൻ അതനുസരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതും എന്ന് കരുതിയിട്ട് എനിക്ക് രണ്ടാളെയും അങ്ങനെ കെയർ ചെയ്യുന്നില്ല എന്നൊന്നും ഇല്ല കേട്ടോ. രണ്ടാളെ ഞാൻ ഒരുപോലെ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ മൂത്ത ആളുടെ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിക്ക് നമ്മൾ ഇതിനെ നെഗറ്റീവാക്കി കാണിക്കാൻ പാടില്ല. പോസിറ്റീവാക്കിയിട്ട് തന്നെ കൊണ്ടുപോകണം. ഞാൻ എപ്പോഴും എടുത്തിട്ട് കാശിയുടെ മടിയിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, മോൻ്റെ ബേബിയാണ്, മോൻ്റെ കൂടെ കളിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാശിയുടെ മടിയിൽ എടുത്ത് കൊടുത്തുള്ളൂ. അങ്ങനെ കാശി തട്ടിക്കളയും. കാശിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ബേബിയായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിട്ടില്ല ഇതുവരെ. ചീക്കൂടാക്കി ആയിക്കഴിയുമ്പോഴത്തേനും സെറ്റ് ആവുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ
ഒന്ന് ഇടഞ്ഞ് നിൽക്കുകയാണ്. തിരക്കിട്ടി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ദേഹത്ത് കയറി മുകളിൽ ഇരുന്നിട്ട് കട്ടിലേക്ക് കയറിയിട്ട് കുഞ്ഞിൻ്റെ പുറത്ത് കയറി ഇരിക്കും. കുഞ്ഞിൻ്റെ കാലൊക്കെ നോക്കി അറിയാം, കാലൊക്കെ അള്ളി കീറി വെച്ചേക്കുക. മാന്തിയിട്ട് ആ തൊലിയോടെയാണ് എടുക്കുന്നത്. നമ്മുടെ കുഞ്ഞ് ബേബീൻ്റെ കുഞ്ഞ് സ്കിന്നാണ്, അപ്പോൾ അത് കീറിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇളയതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ പ്രിഫറൻസ് മൂത്താക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെയാണ് എന്ന് കരുതിയിട്ട് നമ്മൾ കൂടുതൽ കെയർ അയാൾക്ക് മാത്രം കൊടുക്കുന്നതെന്നല്ല. ഇങ്ങനൊരു കണ്ടീഷൻ കൂടിയിട്ടുണ്ട്. ഈ ഒരു എൻ്റെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നവർക്ക് സത്യമായിട്ട് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇന്ന് കാണാൻ കാശി കുഞ്ഞു ബേബി ബെഡിൽ കിടക്കുകയാണ്. കാശി അടുത്ത് നിന്നിരുന്ന് ഉമ്മ ഒടുക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് പിടിച്ചു വിരൽ പിടിച്ചു വെച്ച് കടിച്ച് ഇവിടെ പാടായിപ്പോയി. കാണുമ്പോൾ എനിക്ക് വിഷമം വരും, പക്ഷെ ഞാൻ കാശിനെ ഒന്നും പറയാറില്ല. കാര്യം നമ്മൾ വഴക്ക് പറഞ്ഞതനുസരിച്ച് ആൾക്ക് ഇളയാളോട് ദേഷ്യം വരും. അങ്ങനെ വരാണ്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരമ്മ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഒരു മയത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കിത് പറയണമെന്ന് തോന്നി കേട്ടോ. നമ്മൾ പറഞ്ഞു ഞാൻ ഒത്തിരി വലുതായിപ്പോയി. നമുക്കിപ്പോൾ വണ്ടി ഉണ്ടാക്കുന്ന നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതേ നമ്മുടെ കാറിൻ്റെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടോ എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഞാൻ നാളത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിലേ നമുക്ക് വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്ന മാത്രമല്ല ഇന്ന് പോസ്റ്റ് ചെയ്യാൻ നടക്കില്ലതാ. നാളെ കാണിച്ചു തരാം. ഇത് സെറ്റായതിനു ശേഷം നാളെ കാണിക്കാം.